നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ HSA സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറയാണ്. ടെസ്റ്റ് സീരീസ് ബാച്ച്, അതായത് 25ലധികം ടെസ്റ്റ് സീരീസ് ഉൾപ്പെടുത്തിയേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏറ്റവും മികച്ച, അതായത് ഒരു മത്സര പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പരമാവധി പരീക്ഷ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഏറ്റവും നല്ല ഒരു ടെസ്റ്റ് സീരീസിന് 3 ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒന്ന്, ആ ടെസ്റ്റ് സീരീസ് ഒരു സ്റ്റഡി പ്ലാനർ ആയിരിക്കണം. 2, ഒരു ട്രെൻഡ് അനലൈസർ ആയിരിക്കണം. 3, ഒരു പ്രോഗ്രസ് ട്രാക്കർ ആയിരിക്കും. നമ്മൾ ട്രെൻഡ് അറിയാതെ ചുമ്മാതെ ഡയറക്റ്റ് ചോദ്യങ്ങൾ മുൻകാല വർഷങ്ങളിലെ 2020-ലെയും 2016-ലെയൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ട്രെൻഡ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണോ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ട്രെൻഡ് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു ടെസ്റ്റ് സീരീസ് ബാച്ചിലൂടെ ടെസ്റ്റ് സീരീസ് പ്രോപ്പർ ആയിട്ട് എഴുതി പോകാൻ സാധിക്കും. അപ്പം അതിൽ ഒന്നാമത്തതാണ് സ്റ്റഡി പ്ലാനർ. അതായത് ഇനി കുറച്ച് ദിവസം നമ്മുടെ മുന്നിൽ ഉള്ളൂ. ആ കുറച്ച് ദിവസം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനിയുള്ള ദിവസം എന്തൊക്കെ ഏരിയ ആണ് ഫോക്കസ് കൊടുക്കേണ്ടത്, എത്രയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ്, പഴയ SCRT ആണോ പഠിക്കേണ്ടത്, പുതിയ SCRT ആണോ, അതിൽ ഏത് മെത്തേഡിലുള്ള, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസം നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ടെസ്റ്റ് സീരീസിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ടെസ്റ്റ് സീരീസിന് ഒരു എക്സാം ടൈം ഉണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 8:15 വരെ 1.25 മണിക്കൂറാണ് എക്സാമിന്റെ ടൈം. എക്സാമിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കീ സഹിതം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ OMR എക്സാം ചെയ്യുന്ന അതേ സ്റ്റഡി, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ഈ എക്സാം അറ്റൻഡ് ചെയ്യണം. അതായത് ഒരു വൈറ്റ് പേപ്പറിൽ 1A 2B 3C അങ്ങനെ എഴുതി പോവല്ല. നമ്മൾ തരുന്ന OMR ഷീറ്റ് ഒരു 10-15 പ്രിന്റ് എടുത്ത് കയ്യിൽ കരുതണം. ആ പ്രിന്റിനകത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ മോഡൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അതിലും ടോട്ടൽ മാർക്ക് ഉണ്ട്, ടോട്ടൽ മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വാല്യൂ ചെയ്യുന്നത് പോലെ തന്നെ ഒരു നെഗറ്റീവ് മാർക്കിന് 0.33 വാല്യൂ കട്ടാക്കണം. അപ്പൊ 10 നെഗറ്റീവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ 10 × 0.33 വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങളുടെ ടോട്ടൽ മാർക്കിൽ നിന്ന് കുറച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഫൈനൽ മാർക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ. ചിലപ്പോൾ ആദ്യ പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ 100-ൽ നിങ്ങൾ 80 മാർക്കായിരിക്കും സ്കോർ ചെയ്യുന്നത്, 70 മാർക്കായിരിക്കും. അത് ഓരോരുത്തരുടെയും ഓരോ രീതി അനുസരിച്ചാണ്. ഓക്കെ, അപ്പൊ 3 മെത്തേഡാണ് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഒന്ന്, ഡെയിലി ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് തരും, നിങ്ങൾ പഠിക്കേണ്ട ഇന്ന പോർഷൻ ആണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് അതിനുള്ള മെറ്റീരിയൽസും അതിന്റെ ക്ലാസ്സും നമ്മൾ തരും. അത് കൃത്യമായിട്ട് പഠിച്ച് രാത്രി 9 മണിക്ക് ശേഷമുള്ള ഡെയിലി എക്സാം, എല്ലാ ബാച്ചിലും കൊടുക്കുന്ന ഡെയിലി എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഒന്നാമത്തെ ഒരു ഡെയിലി ഫോളോ അപ്പ് എക്സാം ആണ്. രണ്ടാമത്തതാണ് ട്രെൻഡ് അനലൈസിങ് മൈക്രോ എക്സാം. ട്രെൻഡ് അനലൈസിങ് മൈക്രോ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂജൻ ചോദ്യങ്ങളാണ് വരുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി, തെറ്റായ പ്രസ്താവന, ശരിയല്ലാത്ത പ്രസ്താവന. അപ്പൊ അങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്ന ഒത്തിരി ന്യൂജൻ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയകാല ചോദ്യങ്ങളല്ല വർക്ക് ചെയ്ത് മാറ്റേണ്ടത്. അപ്പൊ ആ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന മൈക്രോ എക്സാം ഉണ്ടായിരിക്കും. അതായത് 2022-ലെയും 2021-ലെയൊക്കെ മുൻകാല വർഷ ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യുന്ന എക്സാം ആണ്. അതിൽ കൂടുതലായിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെയും ടൈം 7 to, അതിന്റെ ടൈം എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ശേഷമല്ല, എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 8:15 വരെയാണ്. ദെൻ മൂന്നാമത്തെ എക്സാം എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ട്രാക്കർ എക്സാം ആണ്. നമുക്ക് 100 മാർക്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു, വിവിധ ടോപ്പിക്ക് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോഗ്രസ് ട്രാക്കർ എക്സാമിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം തന്നെ 2 എക്സാം ആണുള്ളത്. ഒന്ന് മൈക്രോ എക്സാം ഉണ്ട്, മറ്റൊന്ന് ഡെയിലി എക്സാം ഉണ്ട്. അതിനോടൊപ്പം തന്നെ പ്രോഗ്രസ് ട്രാക്കർ എക്സാം ഉണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു, 100 മാർക്കിൽ എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്ന പ്രോഗ്രസ് ട്രാക്കർ എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ടെസ്റ്റ് സീരീസ് ബാച്ച്, 9ാമത്തെ ടെസ്റ്റ് സീരീസ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുമ്പോൾ HSA സോഷ്യൽ സയൻസ് ടെസ്റ്റ് സീരീസ് ബാച്ച് എന്ന് തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. 2025-ൽ PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ നിന്ന് ഏകദേശം 3000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ സർവീസിൽ വിവിധ LPSA, UPSA, LDC തുടങ്ങിയിട്ടുള്ള വിവിധ മത്സര പരീക്ഷയിൽ സർക്കാർ സർവീസിൽ കയറാമെങ്കിൽ നിങ്ങൾക്കും കയറാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.